പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമനിസം ആൻഡ് ലോജിക്കിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്ഷൻ ബി ആണ്. 16ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഇൻസാനിയ? എന്താണ് ഇൻസാനിയ? ആൻസർ, അറബി പദമായ ഇൻസാനിയ എന്നാൽ മനുഷ്യത്വം അഥവാ ഹ്യൂമാനിറ്റി എന്നാണ് അർത്ഥം. ഇത് മനുഷ്യസ്നേഹം, കാരുണ്യം, മര്യാദ എന്നിവയെ സൂചിപ്പിക്കുന്നു. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന മാനവികതയുടെ അടിസ്ഥാനമാണിത്. 17ാമത്തെ ചോദ്യം, ഹു റോട്ട് ദ അനുകമ്പാദശകം? അനുകമ്പാദശകം എഴുതിയത് ആരാണ്? ആൻസർ, കേരളത്തിലെ മഹാനായ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു ആണ് അനുകമ്പാദശകം രചിച്ചത്. കരുണയെയും അനുകമ്പയും കുറിച്ചുള്ള 10 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. 18ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡീപ്പ് ആൻഡ് ഷാലോ എക്കോളജി? ഡീപ്പ് എക്കോളജിയും ഷാലോ എക്കോളജിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആൻസർ, ഷാലോ എക്കോളജി മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കായി പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്നാൽ ഡീപ്പ് എക്കോളജി പ്രകൃതിക്കും അതിലെ എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കതീതമായ നിലനിൽക്കാൻ സ്വതസിദ്ധമായ അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്നു. 19ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഉബുണ്ടു? എന്താണ് ഉബുണ്ടു? ആൻസർ, മറ്റുള്ളവർ ഉള്ളത് കൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നത്. ഐ ആം ബിക്കോസ് വി ആർ എന്ന അർത്ഥം വരുന്ന ഒരു ആഫ്രിക്കൻ തത്വചിന്തയാണിത്. പരസ്പര സഹകരണം, സ്നേഹം, പങ്കുവയ്ക്കൽ എന്നിവയിൽ ഊന്നിയുള്ള ഒരു മാനവിക കാഴ്ചപ്പാടാണിത്. 20ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് ഗുഡ് ഇൻ ഡീപ്പ് എക്കോളജി? ഡീപ്പ് എക്കോളജിയിലെ പരമമായ നന്മ എന്താണ്? ആൻസർ, ഭൂമിയിലെ ജൈവവൈവിധ്യത്തിൻ്റെയും ജീവൻ്റെയും നിലനിൽപ്പും അഭിവൃദ്ധിയുമാണ് ഇതിലെ പരമമായ നന്മ. മനുഷ്യൻ്റെ ഉപയോഗത്തിന് അപ്പുറം പ്രകൃതിയുടെ സമഗ്രമായ സൗന്ദര്യവും വൈവിധ്യവും സംരക്ഷിക്കപ്പെടുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. 21ാമത്തെ ചോദ്യം, വാട്ട് കൈൻഡ് ഓഫ് ഓപ്പോസിഷൻ റിലേറ്റ്സ് ടു യൂണിവേഴ്സൽ പ്രിപ്പോസിഷൻസ്? രണ്ട് യൂണിവേഴ്സൽ പ്രിപ്പോസിഷനുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എത്തരം വിപരീത ബന്ധമാണ്? ആൻസർ, ഇതിനെ കോൺട്രറി എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന്, എല്ലാ മനുഷ്യരും മർത്യരാണ്, യൂണിവേഴ്സൽ അഫർമേറ്റീവ് എ. ഒരു മനുഷ്യനും മർത്യനല്ല, യൂണിവേഴ്സൽ നെഗറ്റീവ് ഇ എന്നീ 2 വാക്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണിത്. 22ാമത്തെ ചോദ്യം, ഹൗ ഡസ് ദ സെറമോണിയൽ ഫങ്ഷൻ ഡിഫർ ഫ്രോം ദ ഇൻഫോർമേറ്റീവ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്? ഭാഷയുടെ സെറിമോണിയൽ ധർമ്മം ഇൻഫോർമേറ്റീവ് ധർമ്മത്തിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ആൻസർ, വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്നതാണ് ഇൻഫോർമേറ്റീവ് ഫങ്ഷൻ, ഉദാഹരണം ശാസ്ത്രീയ കാര്യങ്ങൾ. എന്നാൽ ആശംസകൾ നേരാനോ ഔദ്യോഗിക ചടങ്ങുകൾക്കോ ഉപയോഗിക്കുന്നതാണ് സെറിമോണിയൽ ഫങ്ഷൻ. 23ാമത്തെ ചോദ്യം, ഹൗ ഡു സ്റ്റിപ്പുലേറ്റീവ് ഡെഫിനിഷൻസ് ഡിഫർ ഫ്രം ലെക്സിക്കൽ ഡെഫിനിഷൻസ്? സ്റ്റിപ്പുലേറ്റീവ് ലെക്സിക്കൽ നിർവചനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആൻസർ, ഒരു വാക്കിന് പുതിയതായി നൽകുന്ന അർത്ഥത്തെ സ്റ്റിപ്പുലേറ്റീവ് എന്ന് വിളിക്കുന്നു, ഉദാഹരണം പുതിയ കണ്ടുപിടുത്തങ്ങൾ. എന്നാൽ നിഘണ്ടുവിലുള്ള നിലവിൽ പ്രചാരത്തിലുള്ള അർത്ഥത്തെയാണ് ലെക്സിക്കൽ നിർവചനം എന്ന് പറയുന്നത്. 24ാമത്തെ ചോദ്യം, ഹൗ ക്യാൻ ഡെഫിനിഷൻസ് ഹെൽപ്പ് റിസോൾവ് ഡിസ്പ്യൂട്ട്സ്? തർക്കങ്ങൾ പരിഹരിക്കാൻ നിർവചനങ്ങൾ എങ്ങനെ സഹായിക്കുന്നു? ആൻസർ, തർക്കത്തിലുള്ള പദങ്ങൾക്ക് കൃത്യമായ അർത്ഥം നൽകുന്നതിലൂടെ വാക്കുകളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കാൻ സാധിക്കുന്നു. ഇത് ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കി യുക്തിസഹമായി സംസാരിക്കാൻ സഹായിക്കുന്നു. 25ാമത്തെ ചോദ്യം, വൈ ഡസ് സയൻസ് അപ്പിയർ മോർ ലോജിക്കൽ ദാൻ ആർട്ട് ഓഫ് ലിറ്ററേച്ചർ? എന്തുകൊണ്ടാണ്
ശാസ്ത്രം കലയെക്കാളും സാഹിത്യത്തെക്കാളും കൂടുതൽ യുക്തിസഹമായി തോന്നുന്നത്? ആൻസർ, ശാസ്ത്രം നിരീക്ഷണങ്ങൾ, തെളിവുകൾ, പരീക്ഷണങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ കൃത്യമായ നിയമങ്ങളും വസ്തുനിഷ്ഠമായ തെളിവുകളും ഉള്ളതിനാൽ അത് കൂടുതൽ ലോജിക്കലായി കാണപ്പെടുന്നു. ഇതിൻ്റെയൊക്കെ ആൻസർ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനൽ വരുന്നതായിരിക്കും. ആൻസർ കീ ലഭിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.